സ്റ്റാൻഡേർഡിൻ്റെ 8th ലെസണായ ബിനാ കഹി ബാത്ത് എന്ന ലെസൺ നോക്കാം. ബിനാ കഹി ബാത്ത് എന്ന് പറഞ്ഞാൽ പറയാത്ത കാര്യം. അപ്പോൾ ലെസൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ പറയാത്ത കാര്യമെന്ന്. ലെസൺ നോക്കാം. ഏക് റിയാസത് थी, ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. ഒരു രാജാവ് ഭരിക്കുന്ന ഒരു ഏരിയ മൊത്തത്തിനാണ് സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജാവ് ഭരിക്കുന്ന ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. നാം ഥ കഞ്ചൻഗഡ്, ആ രാജ്യത്തിൻ്റെ പേരായിരുന്നു കഞ്ചൻഗഡ്. കഞ്ചൻഗഡിനെ ബഹുത് ഗരീബി थी, കഞ്ചൻഗഡിൽ എന്താണ്, ദാരിദ്ര്യം നിറഞ്ഞു നിന്നിരുന്നു. കൂടുതൽ ആൾക്കാരും ദരിദ്രരായിരുന്നു. ചാരോ ഓർ ഭുഖ്മരി थी, രാജ്യത്തെല്ലായിടത്തും പട്ടിണിയായിരുന്നു. कंचनगढ़ के राजा कंचन देव अपनी रियासत की ऐसी हालत को देखकर बहुत दुखी थे. കഞ്ചൻഗഡിലെ രാജാവായ കഞ്ചൻ ദേവ് തൻ്റെ രാജ്യത്തെ ആൾക്കാരുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വളരെയധികം ദുഃഖിച്ചു. ഉനെ കോയി ഉപായ് നഹി സൂച്ച് രഹാ ഥാ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരവും തെളിഞ്ഞു വന്നില്ല. ഏക് ദിൻ कंचन देव राज्य की दशा से बहुत चिंतित बैठे थे. ഒരു ദിവസം കഞ്ചൻ ദേവ് തൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് വളരെയധികം ദുഃഖിച്ച് ഇരിക്കുകയായിരുന്നു. അച്ചാനക് ഉൻകെ പാസ് ഏക് സാധു ആയി, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സാധു വന്നു. സാധു മീൻസ് സന്യാസി. രാജാനെ സാധു കോ പ്രണാം കിയ, രാജാവ് സാധു സന്യാസിയെ തൊഴുതു. പ്രസന്ന രഹോ ബേട്ട, സന്തോഷത്തോടെ ഇരിക്കൂ മകനെ എന്ന് സാധുവിനെ രാജാക്കോ ആശീർവാദിയ എന്ന ആശീർവാദം. എന്താണ് സന്തോഷത്തോടെ ഇരിക്കൂ മകനെ എന്നുള്ള ഒരു ആശീർവാദം ആ സന്യാസി രാജാവിന് കൊടുത്തു. ആശീർവാദത്തിന് അനുഗ്രഹമെന്നും പറയാം. കഞ്ചൻ ദേവിനെ സാധുക്കോ അപ്പിനെ രാജ്യക്കെ ബാര്യമേ ബത്തായ, കഞ്ചൻ ദേവ് തൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ ആ സന്യാസിയോട് പറഞ്ഞു. സാധു മുസ്കുരാക്കർ ബോലെ, അദ്ദേഹം ആ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കഞ്ചൻഗഡ് സച്മുച്ച് കഞ്ചൻഗഡ് ഹെ, കഞ്ചൻഗഡ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു കഞ്ചൻഗഡ് ആണ്. കഞ്ചൻഗഡ് എന്നാൽ എന്താണ്? ഗോൾഡിൻ്റെ കോട്ട. അതായത് ഈ കഞ്ചൻഗഡ് എന്ന് പറയുന്നത്, കഞ്ചൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ്, ഗഡ് കോട്ട. അപ്പോൾ തീർച്ചയായും ഈ കഞ്ചൻഗഡ് ഒരു ഗോൾഡിൻ്റെ ഒരു കോട്ട തന്നെയാണ്. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഇസ്കെ നീച്ചെ സോനേക്കി ഖാൻ ഹെ, ഈ ഭൂമിയുടെ അടിയിൽ, ഈ രാജ്യത്തിൻ്റെ അടിയിൽ ഗോൾഡിൻ്റെ മൈൻ ഉണ്ട്. ഇത്തന കക്കർ സാധു ചലേഗയെ, ഇത്രയും പറഞ്ഞ് നമ്മുടെ സന്യാസി പോയി. രാജാനെ ഖുദായി കർവായി, രാജാവ് അവിടെയൊക്കെ കുഴിപ്പിക്കുവാൻ തുടങ്ങി. അതായത് മറ്റു ആൾക്കാരെ നിർത്തി കുഴിപ്പിക്കുവാൻ തുടങ്ങി. വഹാ സോനേക്കി ഖാൻ നിക്കലി, അവിടെ നിന്ന് ഗോൾഡിൻ്റെ മൈൻ കിട്ടി. അതായത് അവിടെ ധാരാളം ഗോൾഡ് ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്നു. രാജാക്ക ഖസാന സോനെ സേ ഭർ ഗയ, രാജാവിൻ്റെ ആ ഖജനാവ് ഖസാന എന്ന് പറഞ്ഞാൽ ഖജനാവ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ സ്വർണവും വെള്ളിയും കാശും ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അത് എന്ത് ചെയ്യാണ്? സോനെ സേ ഭർ ഗയ, ഗോൾഡ് കൊണ്ടങ്ങ് നിറഞ്ഞു. രാജാനെ അപ്പിനെ രാജ്യമേ ജഗവ് ജഗവ് മുഫ്ത് ഭോജനാലയ് ബൻവായി, രാജാവ് ഈ ഗോൾഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? രാജ്യം മൊത്തവും ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാരണം രാജാവ് പെട്ടെന്ന് തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഫ്രീ ആയിട്ടുള്ള ഭക്ഷണശാല ഉണ്ടാക്കി. ദവാഖാനെ ഖുൽവായെ, മെഡിസിൻ കൊടുക്കാനുള്ള ഡിസ്പെൻസറികൾ തുറന്നു. അതായത് ആൾക്കാർക്ക് കാശ് കാണില്ല അസുഖം വന്നാൽ ചികിത്സിക്കാൻ, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു. ചരാഗാഹ് ബനാദിയെ, മൃഗങ്ങൾക്ക് അതായത് പശുവിനും ആടിനുമൊക്കെ മേഞ്ഞ് നടക്കാനുള്ള ചരാഗാഹ് മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കി. അതായത് പുല്ലൊക്കെ വച്ച് പിടിപ്പിച്ചു. അപ്പോൾ വഹാ കോയി ദുഃഖീനത, ഇപ്പോൾ അവിടെ ആർക്കും ഒരു ദുഃഖവുമില്ല. സബ് ലോഗ് ഖുഷ് ഥേ, എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കിന്തു വേ ആലസി ഹോഗയെ ഥേ, പക്ഷേ ആൾക്കാരൊക്കെ എന്തായി തീർന്നു? ആലസി ഹോഗയെ, മടിയന്മാരായി തീർന്നു. കോയി വി കാം നഹി കർത്താ ഥ, ആരും ഒരു ജോലിയും ചെയ്യാറില്ല. ഉനെ മുഫ്തുമേ ജോ സബ് കുച്ച് മിൽനെ ലഗാ ഥ, അവർക്ക് ഫ്രീ ആയിട്ടെല്ലാം കിട്ടുന്നുണ്ട്. ആഹാരത്തിന് ആഹാരം,
എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സ, പിന്നെ വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണം, ഇവയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നു. പിന്നെ ജോലി ചെയ്ത് കാശ് സമ്പാദിക്കേണ്ട കാര്യം ഇല്ല. മന്ത്രിനെ രാജാക്കോ ബഹുത് സംശായ. പക്ഷേ മന്ത്രി രാജാവിനെ വളരെയധികം മനസ്സിലാക്കിക്കുവാൻ ശ്രമിച്ചു. എന്താണ് പറഞ്ഞത്? മഹാരാജ് ലോക് ആലസി ഹോത്തെ ജാ രഹേ ഹെ. നമ്മുടെ രാജ്യത്തെ ആൾക്കാരൊക്കെ മടിയന്മാരായി തീരുകയാണ്. ഉൻകോ കാം ദിയാ ജായ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി കൊടുക്കണം. പർ രാജാനെ മന്ത്രി കി ബാത് സുൻകർ ടാൽ ദി. പക്ഷേ രാജാവ് മന്ത്രിയുടെ ആ വാക്ക് കേട്ടിട്ടങ്ങ് അത് ചെവിക്കൊണ്ടില്ല. അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല. कंचनगढ़ की समृद्धि और लोगों के आलसी होने की बात जानकर पड़ोसी राजा ने कंचनगढ़ पर चढ़ाई कर दी और मांग की. അപ്പോൾ കഞ്ചൻഗഡിലെ ഈ സമ്പൽ സമൃദ്ധിയും ആൾക്കാരുടെയും മടിയുമൊക്കെ കണ്ടിട്ട് അയൽ രാജ്യത്തെ രാജാവ് എന്ത് ചെയ്തു? കഞ്ചൻഗഡിൽ ആക്രമിച്ച് കയറി ഒരു ഡിമാൻഡ് വെച്ചു. എന്തായിരുന്നു? സോനാദോ യാ ലഡോ. ഒന്നുകിൽ നിങ്ങൾ ഗോൾഡ് തരൂ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യൂ. കഞ്ചൻഗഡ് കെ ആലസി ലോഗോനെ രാജാസെ കഹ. ഈ ഒരു കാര്യം കേട്ടപ്പോൾ രാജ്യത്തെ ആലസികളായ മടിയന്മാരായ ആൾക്കാർ രാജാവിനോട് പറഞ്ഞു, ബഹുത് സോനാ ഹെ കുച്ച് ദേ ദീജിയെ. നമുക്ക് ധാരാളം ഗോൾഡ് ഉണ്ടല്ലോ, കുറച്ച് കൊടുത്തേക്കൂ എന്ന് രാജ്യത്തെ ആൾക്കാർ രാജാവിനോട് അഭ്യർത്ഥിച്ചു. ബേക്കാർമേ ഖൂൻ ക്യൂം ബഹായ ജായ്. വെറുതെ എന്തിനാണ് രാജാവെ ഖൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഒഴുക്കുന്നത്. അതായത് ഒരു യുദ്ധം നടന്നാൽ തീർച്ചയായും ആൾക്കാർ കൊല്ലപ്പെടും. ഖൂൻ ബഹേഗ. രാജാനെ ലോഗോം കി ബാത്ത് മാൻ ലി ഓർ സോന ദേ ദിയ. രാജാവും വിചാരിച്ചു അതായിരിക്കും കാര്യമെന്ന് കരുതി രാജാവ് എന്ത് ചെയ്തു? ഗോൾഡ് കൊടുത്തു. യഹ് ദേഖ് മന്ത്രിക്കോ ബഹുത് ദുഃഖ് ഹുവ. ഇത് കണ്ടിട്ട് മന്ത്രിക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടായി. വഹ് ഏക് ദിൻ കഞ്ചൻ ദേവ് കോ നഗർ സെ പൂർവ് കി ഓർ ഘുമാനെ ലേ ഗയ. അപ്പോൾ മന്ത്രി എന്ത് ചെയ്തു? കഞ്ചൻ ദേവിനെ നഗരത്തിൻ്റെ പൂർവ്വഭാഗത്ത്, പൂർവ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലേക്ക് കൊണ്ടുപോയി. അതായത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്, പൂരബ്, പശ്ചിം, ഉത്തർ, ദക്ഷിൺ, ഇങ്ങനെ 4 ദിശകൾ എല്ലാ രാജ്യത്തിനും എല്ലാ സ്ഥലങ്ങൾക്കും ഉണ്ടാവും. അതിൽ ആദ്യം അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് നമ്മുടെ രാജാവിനെ കൊണ്ടുപോയി. കഞ്ചൻ ദേവിനെ ദേഖ. അപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? രാജാവ് മൈതാൻമേ ദൂർ തക് ദാനേ ബിഖരേ ഹെ. അപ്പോൾ രാജാവ് കണ്ട കാഴ്ച എന്തായിരുന്നു? മൈതാനത്തിൽ വളരെ ദൂരത്തോളം ദാനേ, ഗ്രെയിൻസ് അങ്ങനെ വിതറി കിടക്കുന്നു. ഗ്രൗണ്ടിൽ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ ഗ്രെയിൻസ് കിടക്കുകയാണ്. കാഫി കബൂത്തർ വഹാ ദാന ചുഗ് രഹേ ഥേ. ധാരാളം പ്രാവുകൾ അവിടെ ഇരുന്ന് ആ ഗ്രെയിൻസൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഓർ തോടി ദൂരി പർ കുച്ച് കബൂത്തർ മരേ പടേ ഹെ. കുറച്ച് ദൂരെ വേറെ കുറച്ച് പ്രാവുകൾ മരിച്ചു കിടക്കുകയാണ്. രാജാനെ മരേ ഹുയെ കബൂത്തരോ കെ ബാരേ മേ മന്ത്രി സെ പൂച്ച. ആ മരിച്ചുപോയ പ്രാവുകളെക്കുറിച്ച് രാജാവ് മന്ത്രിയോട് ചോദിച്ചു. മന്ത്രിനെ ബത്തായ. അപ്പോൾ മന്ത്രി പറഞ്ഞു, മഹാരാജ് ഇനെ ശിക്കാരി പക്ഷിയോനെ മാരാ. ഇവരെ ആക്രമണകാരികളായ പക്ഷികളാണ് കൊന്നത്. ശിക്കാരി പക്ഷിയോ കോ യഹ് മാലൂം ഹെ കി കബൂത്തർ ദാന ചുഗ്നെ യഹി ആത്തെ ഹെ. ശിക്കാരി പക്ഷികൾ അതായത് ആക്രമിക്കുന്ന പക്ഷികൾ, അതായത് പരുന്ത്, കഴുകൻ, ഇങ്ങനെ ഉള്ള പക്ഷികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവയ്ക്ക് നന്നായിട്ടറിയാം ഈ കബൂത്തറൊക്കെ, ഈ പ്രാവൊക്കെ ഇവിടെ ഗ്രെയിൻസ് കഴിക്കാൻ വരുമെന്ന്. ആ പക്ഷികൾ ഗ്രെയിൻസ് കഴിക്കാറില്ല. അവ മറ്റുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ മാംസമാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ ഹണ്ടർ പക്ഷികൾക്ക് നന്നായിട്ടറിയാം ഈ കബൂത്തർ, അതായത് പ്രാവുകളൊക്കെ ഇവിടെ ഗ്രെയിൻസ് കഴിക്കാൻ വരുമെന്ന് അവയ്ക്കറിയാം. കഞ്ചൻ ദേവ് സുൻകർ പരേശാൻ ഹോഗെ. ഇത് കേട്ടിട്ട് നമ്മുടെ രാജാവായ കഞ്ചൻ ദേവ് വളരെയധികം ഡിസ്റ്റർബ്ഡായി. അകലേ ദിൻ മന്ത്രി ഉൻകോ ദൂസരി ദിശാമേ ലേ ഗയേ. അടുത്ത ദിവസം മന്ത്രി രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. കിന്തു ദൂസരി ദിശാമേ ഭി വഹി ദൃശ്യഥ. ആ ഭാഗത്തും ഇതേ കാഴ്ച തന്നെയാണ് കാണാനുണ്ടായിരുന്നത്. ദാന ബിഖര പടാഥ, കബൂത്തർ ദാന ചുഗ് രഹേ ഥേ, കുച്ച് കബൂത്തർ മരേ പടേ ഥേ.
അങ്ങനെ അവിടെ മൊത്തം ഗ്രെയിൻസ് അങ്ങനെ വിതറിക്കിടക്കുകയാണ്. കുറച്ച് പ്രാവുകൾ ഗ്രെയിൻസൊക്കെ കഴിക്കുന്നു, ധാന്യം കഴിക്കുന്നു. കുറച്ച് പ്രാവുകളാണെങ്കിൽ അവിടെ മരിച്ചും കിടക്കുന്നുണ്ട്. രാജാനെ മന്ത്രി സെ പൂച്ച തോ ഉസ്നെ ഫിർ വഹി ഉത്തർ ദിയ. രാജാവ് ചോദിച്ചപ്പോൾ മന്ത്രി വീണ്ടും അതേ ഉത്തരം തന്നെ പറഞ്ഞു. ശിക്കാരി പക്ഷിയോനെ ഇനേം ഭി മാർ ഡാലാ ഹെ. ആക്രമണകാരികളായ പക്ഷികൾ ഇവയെയും കൊന്നു എന്ന് പറഞ്ഞു. തോ കബൂത്തർ ഭാഗത്തേ ക്യോ നഹി. പിന്നെന്താ ഈ കബൂത്തർ, അതായത് പ്രാവ് പറന്നു പോകാത്തത്? മറ്റേ ആക്രമിക്കുന്ന പക്ഷികൾ വരുമ്പോൾ ഇവ പറന്നു പോകാത്തത് എന്താണ് എന്ന് രാജാവിന് ഒരു സംശയം. വേ ഇസിലിയെ നഹി ഭാഗ്തേ ഹേ ക്യോങ്കി വേ സബ് ആലസി ഹോ ഗേ ഹേ. ഇവയൊന്നും പറന്നു പോകാത്തതിന് കാരണം ഇവയെല്ലാം മടിയന്മാരായി തീർന്നിരിക്കുന്നു. ഇനെ മുഫ്തുമേ ദാനാജോ മിൽനെ ലഗാ ഹേ. ഇവയ്ക്ക് ഫ്രീ ആയിട്ട് ഗ്രെയിൻസ് കിട്ടുന്നുണ്ടല്ലോ കഴിക്കാൻ, അതാണ് കാരണം. വേ ദാനാ ഖാനെ ആത്തേ ഹേ ഔർ ശിക്കാരി പക്ഷി ഉനേം ആസാനി സെ മാർ ഡാൽത്തേ ഹേ. ഇവ ആഹാരം കഴിക്കാൻ വരികയും ഈ ആക്രമണകാരികളായ മറ്റുള്ള പക്ഷികളെ ആക്രമിക്കുന്ന പക്ഷികൾ വരികയും ഇവയെ വളരെ ഈസി ആയിട്ട് കൊല്ലുകയും ചെയ്യുന്നു. മന്ത്രിനെ രാജാക്കോ സംശായ. മന്ത്രി രാജാവിനെ ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിച്ചു. രാജാക്കി ആഖേം ഖുൽഗയി. രാജാവിൻ്റെ കണ്ണുകൾ തുറന്നു, അതായത് രാജാവിന് ചിലതൊക്കെ മനസ്സിലായി. ഷാം കോ ഉനോനെ മന്ത്രി കോ ബുൽവായ. വൈകുന്നേരം അദ്ദേഹം മന്ത്രിയെ വിളിപ്പിച്ചു. കഹ, എന്നിട്ട് പറഞ്ഞു, നഗർ കെ സാരെ മുഫ്ത് ഭോജനാലയ് ബന്ദ് കർവാദോ. അതായത് നഗരത്തിലെ എല്ലാ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ഭക്ഷണശാലകളും അടയ്ക്കുവാൻ നിർദ്ദേശിച്ചു. ജോ മെഹനത്ത് കരേം വേഹി ഖായെ. ആരാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവർ കഴിച്ചാൽ മതി, ആഹാരം കഴിച്ചാൽ മതി. ലോക് നിക്കമ്മേ ഹോത്തേ ജാ രഹേ ഹേ. ആൾക്കാർ ഒരു ഉപയോഗവുമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഓർ ഹാ ഏക് ബാത്ത് ഓർ. പിന്നെ ഒരു കാര്യം കൂടി, മേ അബ് ശത്രുക്കെ സോന മാങ്കിനെ പർ സോന നഹി ദൂങ്ക. ഇനി നമ്മുടെ ശത്രുക്കൾ വന്ന് സ്വർണം ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല. സിർഫ് ലഡൂങ്ക. അവരോട് യുദ്ധം ചെയ്യുകയേ ഉള്ളൂ. ജാവോ സേനാക്കോ മസ്ബൂത്ത് ബനാവോ. നമ്മുടെ സൈനികരെയൊക്കെ ഒന്ന് ബലപ്പെടുത്തൂ, അവരുടെ കഴിവുകളൊക്കെ കൂട്ടൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ബിനാ കഹി ബാത്തിൻ്റെ മീനിങ് ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മന്ത്രി രാജാവിനോട് ഒന്നും പറഞ്ഞിട്ടില്ല, അതായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മടിയന്മാരായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് നമുക്ക് ഈ സംഭവിച്ചതെന്നുമെന്നും അദ്ദേഹം പറയാൻ പോയില്ല. പകരം മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുത്തു. അതിൽ നിന്നും രാജാവ് ഊഹിച്ച് മനസ്സിലാക്കി രാജ്യത്തെ ജനങ്ങൾ മടിയന്മാരായിക്കൊണ്ടിരിക്കുന്നെന്നും നാളെ പ്രാവുകളുടെ അവസ്ഥയാണ് രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് വരാൻ പോകുന്നതെന്നും രാജാവിന് മന്ത്രി ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തു. അതാണ് ബിനാ കഹി ബാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. മന്ത്രി രാജാ കി ബാത്ത് സുൻകർ ബഹുത് ഖുഷ്വ. ഇത്രയും നമ്മുടെ രാജാവ് പറയുന്നത് കേട്ടു. ആ ഉത്തരവെല്ലാം കേട്ടപ്പോൾ നമ്മുടെ മന്ത്രിക്ക് വളരെയധികം സന്തോഷമായി. ബോല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാരാജ് മേത്തോ ബഹുത് ദിനോ സേ യഹി ബാത് കഹന ചാഹ്താ ഥ. ഞാൻ വളരെ ദിവസങ്ങളായി ഇതാണ് താങ്കളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ലേക്കിൻ ആപ്കെ ക്രോധ് കെ ഡർ സേ ചുപ് രഹ. താങ്കൾ ദേഷ്യപ്പെടും എന്ന പേടിയിലാണ് മിണ്ടാതിരുന്നത്. യഹ് സുൻകർ രാജാ ഹസ്പടെ. ഇത് കേട്ടിട്ട് രാജാവ് അങ്ങ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, തുമേ മാൻ ഗയ തും ബിനാ കഹേ ഭി അപ്നി ബാത് ഖൂബ് കഹന ജാൻതേ ഹോ. പറയാതെ തന്നെ താങ്കൾക്ക് ആവശ്യമുള്ള കാര്യം പറയുവാനായിട്ട് നന്നായി അറിയാമെന്ന് രാജാവ് പറഞ്ഞു. ഈ ലെസൺ രാം ജന്മ ശർമ്മ എന്ന് പറയുന്ന സാഹിത്യകാരനാണ് എഴുതിയിട്ടുള്ളത്.